വീണ്ടും സമരത്തിനൊരുങ്ങി സിജെപി. സെപ്റ്റംബർ 5-ന് രാജ്യവ്യാപക പ്രതിഷേധം. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കും. കേന്ദ്രം നൽകിയ ഉറപ്പ് പാലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നു. ഫെമിന, നമ്മൾ കണ്ടതാണ് ഡൽഹിയിലെ പ്രതിഷേധം, സിജെപി പ്രതിഷേധം. എങ്ങനെയാണ് ഒരു പ്രതിഷേധത്തെ നേരിടാൻ പാടില്ലാത്തത്? ആ രീതിയിലായിരുന്നു കേന്ദ്രം ആ സമരത്തെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെ സമീപിച്ചത്. അന്ന് ആ സമരത്തെ ഒതുക്കാനായി അവരുടെ ആവശ്യങ്ങൾ അടക്കം അംഗീകരിക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഇന്ന് ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെയും അതിനെതിരെ വീണ്ടും സമരത്തിനിറങ്ങുകയാണ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സിജെപി. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സിജെപി. കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി കേന്ദ്ര സർക്കാർ ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ സിജെപി നേരത്തെ ജന്തർ മന്ദിറിൽ നടത്തിയ സമരം അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്രം നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ സിജെപി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 5-ന് ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്കാണ് ഇപ്പോൾ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ മാർച്ചിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ പാർലമെന്റ് മാർച്ചിലെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം പങ്കെടുക്കും. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 20-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ ദില്ലി പോലീസും RAF-ഉം പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റു മാരകായുധങ്ങൾ ഉപയോഗിച്ചും എല്ലാം ക്രൂരമായിട്ടാണ് അടിച്ചമർത്തിയത്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പ്രത്യേകിച്ച് പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികളും വിമർശനങ്ങളുമാണ് ഉയർന്നത്. എന്നാൽ ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായില്ല. നേരത്തെ ജൂലൈ 25-ാം തീയതിയാണ് സിജെപി പ്രതിനിധികളും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും JP നദ്ദ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ സമവായ ചർച്ച നടത്തി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാമെന്നൊരു ഉറപ്പ് നൽകിയത്. അതുമാത്രമല്ല, സിജെപി മുൻപോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതായിട്ടും കേന്ദ്രമന്ത്രിമാർ അന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും, പരമാവധി തുക നഷ്ടപരിഹാരം നൽകും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. മാത്രവുമല്ല, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ FIR അല്ലെങ്കിൽ കേസെടുക്കില്ല, രജിസ്റ്റർ ചെയ്ത FIR-കൾ എല്ലാ സംസ്ഥാനങ്ങളിലും പിൻവലിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് നൽകി ഒരു മാസം പിന്നിടുമ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ FIR-കൾ പലയിടങ്ങളിലും പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട്. പോലീസ് അതിക്രമത്തിൽ ക്രൂരമായി പരിക്കേറ്റ, ഈ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ പരാതികൾ സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി 7 മണിക്കൂറോളം സമരം ചെയ്തതിന് ശേഷമാണ് ഈ പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാത്ത, വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സിജെപിക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധത്തിന് സിജെപി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കുടുംബാംഗങ്ങൾക്ക് വാഗ്ദാനം നൽകിയ പണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇപ്പോൾ സിജെപി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥി സംഘടനകളോടും ഈ സമരത്തിന്റെ ഭാഗമാകണമെന്ന ആഹ്വാനവുമാണ് സിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.